ധന്യമായ ജീവിതത്തിൽ ഇന്ന് ഒരു ചിന്തയ്ക്ക് വിടുന്ന ഒരു കാര്യം പറയുകയാണ്. ആലോചിക്കാം. അതിനൊക്കെ പല വശവുമുണ്ട്. ചില ദിവസം ചിന്തിക്കുന്നത് ശരിയല്ല അല്ല എന്നുള്ള പിറ്റേ ദിവസം ഞാൻ തന്നെ പറയാറുണ്ട്. ആരെങ്കിലും അച്ഛനെ വിളിച്ചാൽ ഉടനെ കർണക്കുട്ടിക്ക് കൊടുക്കണം എന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെച്ചത്. എന്താ കുഴപ്പം? അച്ഛൻ ഉണ്ടായത് കൊണ്ടല്ലേ ഞാൻ ഉണ്ടായത്. മാത്രമല്ല അച്ഛനുമല്ല വിളിച്ചത്, തന്തക്കാണ് വിളിച്ചത്. തൻ കൂട്ടണം ത തൻ ത. യഥാർത്ഥ കാരണഭൂതം തന്നെയാണ് ചിത്തവൃത്തി. അതിന്റെ തന്തയോട് ഇന്ന് പറയാമെന്ന് പറഞ്ഞാൽ യഥാർത്ഥ കാരണഭൂതം. ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് ആ ഇടുക്കിയിട്ട് ആ ട്രാൻസ്ഫോർമറിനെ പറഞ്ഞാൽ മതിയാണ്. ഇതൊന്നും ആലോചിച്ചിട്ടല്ലാത്ത കാര്യം. അപ്പൊ ആ കാരണഭൂതൻ എന്ന് പറയുന്ന സമയത്ത് എന്താണ് നമ്മുടെ അത്ര വലിയ സെന്റിമെന്റ്സ് വരാൻ കാരണം? ഭാരതത്തിന്റെ മുഴുവൻ സംസ്കാരവും അതിനെ ചുരുക്കി പറഞ്ഞാൽ മാതാ പിത പതി ഗുരു ദൈവം, ഇത് അഞ്ചും കൂടി ഒരു കോമ്പിനേഷൻ ആണ്. മാതാ പിത പതി ഗുരു ദൈവം, ഇതെന്താ അഞ്ചും കൂടി ഒരു കോമ്പിനേഷൻ വരാൻ കാരണം? ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഇതാണ് പഞ്ചഭൂതങ്ങളുടെ ഓട്ട്. പഞ്ചഭൂതങ്ങളിലെ ആധാരതക്രങ്ങളിലൊക്കെ കാര്യം പറയുമ്പോൾ ചില കുട്ടികള് അഗ്നി വായു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും ഓർഡറിൽ പറയും. അത് ഓർഡറിൽ വേണം പറയാൻ. 10 പേരുടെ അക്കം പറയാൻ കഴിയുമ്പോൾ 4, 2, 3 ഈ പറയുന്ന വ്യക്തിക്ക് കൺഫ്യൂഷൻ ആവും. 1, 2, 3 തുടങ്ങണം, അല്ലെങ്കിൽ 10 ഇങ്ങോട്ടായിരിക്കും. പഞ്ചഭൂതങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഓർഡറിൽ പറഞ്ഞ് ശീലിക്കണം. ഒടുവിൽ 5 തികഞ്ഞില്ലേ എന്നല്ല. ഭൂമി തത്വം, ജലതത്വം, അഗ്നി, വായു, ആകാശം. മാതാ പിത പതി ഗുരു ദൈവം, ഇതിനെയാണ് ഇപ്പോൾ ബന്ധിപ്പിച്ചത്. മാതാവിന് ഒരൊറ്റ ഉത്തരവാദിത്തം, നിന്റെ അച്ഛൻ നിന്ന ആളാണെന്ന് പറഞ്ഞു കൊടുക്കില്ല, കഴിയും. മോനെ, ഇതാണ് നിന്റെ അച്ഛൻ. അച്ഛന്റെ കയ്യിൽ കുട്ടിയെ ഏൽപ്പിച്ചു. അച്ഛന്റെ കയ്യിൽ കുട്ടിയെ ഏൽപ്പിക്കാനുള്ള അർത്ഥമല്ല ആ സാഹിത്യപരമായ മീനിങ്. ഗുരു, പിതാവിന്റെ ഉത്തരവാദിത്വം എന്താണ്? പതിയെ ഏൽപ്പിക്കണം. ആ പതിയെ ഏൽപ്പിക്കുക എന്നുള്ളത് ഇവിടെ പതി എന്ന് പറഞ്ഞാൽ ഭൂമി തത്വം മാതാവ്, പൃഥ്വി ഭൂമി, അതിൽ നിന്നാണ് പാർത്ഥൻ എന്നുള്ള തത്വം. ഭൂമി ജലത്തിലാണ് ലയിക്കും. ഭൂമിക്ക് വെച്ചാൽ ഉത്തരവാദിത്വം. പ്രളയം എന്ന് പറയുന്നതാണ് പ്രകർഷേണയുള്ള ലയം. കനത്ത മഴയൊക്കെ പെയ്യുമ്പോ പ്രളയം വന്ന് മൂടി എന്നൊക്കെ പത്രക്കാര് പറഞ്ഞേക്കാം, TV-യിൽ വാർത്തയും കേൾക്കാം. അവിടെ മുഴുവൻ മഴ പെയ്ത് പ്രളയം എന്ന് പറയുന്നതല്ല, ഈ ഭൂമി മുഴുവൻ ലയിച്ച് വെള്ളമാവണം. ഇത് മുഴുവൻ വെള്ളമല്ലേ, അപ്പൊ പ്രളയം പറഞ്ഞു.
ഭൂമിയിൽ വെള്ളമില്ലാതൊന്നുമില്ല. കല്ല് എന്ന് പറഞ്ഞാൽ വെള്ളം തന്നെ, മാർബിള് വെള്ളമാണ്, ഒക്കെ വെള്ളം. ആ പ്രകർഷകനുള്ള ലയമാണ് ഇതാണ് ആ ജലതത്വം. പിതാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാരുണ്യം, വാത്സല്യം. ഭൂമിയാകുന്ന മാതാവ് കുട്ടിയോട് നല്ല അച്ഛൻ എന്ന ആളാണ്. അത് കഴിഞ്ഞിട്ടോ അടുത്ത് ഇവിടെ പതി എന്ന് പറഞ്ഞാൽ അഗ്നിതത്വം ആണ്. എല്ലാ മൂവ്മെന്റുകളും ഉണ്ടാക്കുന്നത് അഗ്നിയാണ്. ആദ്യമായിട്ട് രൂപം ഉണ്ടായത് അഗ്നി വന്നപ്പോഴാണ്. അതുകൊണ്ടാണ് അഗ്നിദേവൻ എന്ന് വിളിക്കുന്നത്. അഗ്നിദേവൻ. അഗ്നി ഉണ്ടാകുന്നതിനൊന്നും ദേവന്റെ പ്രശ്നം ഇരിക്കുന്നില്ല. അഗ്നിയാണല്ലോ രൂപം ഉണ്ടാക്കിയത്. ശരീരത്തെ നിലനിർത്തുന്നത് അഗ്നിതത്വം. ഞാൻ ഇത് സംസാരിക്കുമ്പോൾ കർമ്മോന്മുഖനാവുന്നെങ്കിൽ അഗ്നിതത്വമാണ്. കാറിന് പെട്രോള്, കാറിന്റെ അഗ്നിതത്വമാണ്. അഗ്നിയുടെ ക്യാരക്ടറാണ് നീതിബോധം. അപ്പൊ എന്റെ അമ്മ, എന്റെ പൈതൃകം, എന്റെ പിതാവ് ഇത്രയും ചേർന്ന് നീതിബോധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗുരുവിനെ ഏൽപ്പിച്ചു. സാധാരണഗതിയിൽ ചെല്ലുമ്പോൾ മാതാപിതാ ഗുരുവാണ് പറഞ്ഞത്. ആ പതി പലപ്പോഴും വിട്ടുപോകാറുണ്ട്. പക്ഷെ പതി വേണം. പഞ്ചഭൂതങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചെന്ന് സംസാരിക്കാറുണ്ട്. അവിടെ പതി വേണം. ഗുരു എന്തൊക്കെ ചെയ്യും? ഗുരുവാണ് വായുതത്വം. ഉത്ഥാനപാദൻ എന്ന രാജാവിന്റെ പുത്രൻ ധ്രുവന് കനത്ത ദുഃഖമാണല്ലോ. അച്ഛന്റെ മടിയിൽ ഇരുന്നപ്പോ രണ്ടാനമ്മ പിടിച്ച് പുറത്തേക്കാക്കി. വിഷമം വന്നു. എവിടേക്കാ പോയത് കുട്ടി? നാരദ മഹർഷിയോട് ചോദിച്ചു. നാരദ മഹർഷിയാണല്ലോ ഗുരു. ഗുരുവിന്റെ അടുത്തെത്തിയ ഗുരുവിന് ഒരൊറ്റ ഉത്തരവാദിത്വം എടുത്തു. ദൈവത്തെ പറ്റി പറഞ്ഞത്. നാം ജീവിതത്തിൽ ഇതൊക്കെയാണ്. നമ്മളൊക്കെ പുത്രനും പിതാവും ഒക്കെയാണ്. പക്ഷെ നാം ഒരു കർമ്മം ചെയ്യുമ്പോഴേക്കും നമ്മൾ ഗുരുവായിട്ട് മാറും. ആ ഗുരുവായിട്ട് മാറുകയാൽ ചെയ്യുന്ന കർമ്മം എന്തായിരുന്നാലും ശരി, അത് ഈശ്വരനിലേക്ക് അർപ്പിക്കുന്ന നൊബിലിറ്റി അതിലുണ്ടാകുന്നു. പാട്ട് പാടാനുള്ള സിദ്ധിയോ, എന്നിട്ടോ വായ തോന്നിയാസം വഴിയിൽ വെച്ച് കണ്ടവരുടെ മുഴുവൻ കണ്ണക്കുറ്റിക്കോരോന്ന് കൊടുക്കടാ എന്ന് എഴുതി വെക്കുക. ട്യൂൺ ചെയ്ത നന്നായി പാടും. ട്യൂൺ ചെയ്തപ്പോ ഞാൻ ഇപ്പൊ പറഞ്ഞ ഒരു വരിയാട്ടോ. വഴി കണ്ടവരൊക്കെ കണ്ണക്കുറ്റിക്കോരോന്ന് കൊടുക്കടാന്ന് ഞാൻ ഇപ്പൊ വെറുതെ പറഞ്ഞുണ്ടാക്കിയതാണ്. ട്യൂൺ ചെയ്താൽ ഈ പാട്ട് ആരും ഏറ്റുപാടും. ട്യൂണിന്റെ മഹാത്മ്യം. പക്ഷെ അത് ദൈവത്തെ കാണിക്കലല്ല. ദൈവത്തെ കാണിക്കുക മാലിട്ട് ശബരിമലയ്ക്ക് പോയിക്കോന്ന് പറയുകയുമല്ല. അതിനൊരു ഗുണം ഉണ്ടാകണം. നൊബിലിറ്റി എന്ന ഗുണം. ഇതിന്റെ അർത്ഥമാണ് ഗുരു വിഷ്ണുവിനെ കാണിച്ചു കൊടുത്തു. മാതാപിതാ ഗുരു. ഗുരുവിന് ഒറ്റ ഉത്തരവാദിത്തമുള്ളൂ. എന്ത് ചെയ്താലും കണക്ക് പഠിപ്പിച്ചാലും വേണ്ടില്ല, സയൻസ് പഠിപ്പിച്ചാലും വേണ്ടില്ല, വിഷ്ണുവിനെ പറഞ്ഞു കൊടുക്കണം. വിഷ്ണു എന്ന് പറഞ്ഞാൽ സർവവ്യാപിയായ തത്വം. ഉടനെ ഒരു അമ്പലത്തിലേക്കോ പള്ളിയിലേക്കോ വിടാന്നല്ല, ഉടനെ ചെന്നാൽ കൂടിയിട്ട് അമ്പലത്തിൽ പോയി ഇതൊന്നല്ല. സർവവ്യാപിയായിട്ടുള്ള മഹത്തായ തത്വത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഏത് വഴി?
കവിതയാണെങ്കിൽ അതാവണം. കഥയാവണമെങ്കിൽ കഥയിൽ മൂന്ന് പറയണമെന്നില്ല. കഥ ഏത് പറഞ്ഞാലും എത്തിക്കുന്ന അവിടെ. വേദവ്യാസൻ എന്ത് പറഞ്ഞാലും ശരി അവസാനം എത്തിക്കുന്നു ദൈവത്തിൽ. അത് ആകാശതത്വമാണ്. ഗുരുവായൂരത്വമാണ്. ആകാശതത്വത്തിൽ നല്ല കവിതകൾ, നല്ല കവിതകൾ ഇപ്പോൾ കോളേജിലൊന്നും പഠിക്കാണ്ടാവില്ല, അറിയാമല്ലോ, പഠിപ്പിക്കുന്നുണ്ടാണ്. അത് മുഴുവൻ മഹത്തരമായ ശക്തിവിശ്വാസമുള്ള മനുഷ്യനെ ആകാശതത്വത്തിലേക്ക്, ഈ ആകാശമല്ലാത്തോ പരമമായിട്ടുള്ള ആകാശതത്വത്തിലേക്ക് ദൈവത്തിൽ എത്തിക്കുന്ന മഹത്വം ഉണ്ട്. അതിനെ ആകപ്പെടെ ചുരുക്കി. ആ ചുരുക്കിയിട്ട് ഒന്നുകൂടി ചുരുക്കിയതാണ് ഈ അച്ഛനുവിളിയൊക്കെ. സത്യത്തിൽ അതിന് അബദ്ധമൊന്നുമില്ല. കാരണം ആ പരമമായ തത്വത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കലാണ്. നാട്ടുമ്പുറത്ത് വഴക്കുണ്ടാക്കുമ്പോ ഈ വിളിക്കുന്നത് ഇതാണെന്ന് ഞാൻ പറഞ്ഞില്ലാത്ത. മാതാപിത ഗുരു ദൈവം. സാധാരണഗതിയിൽ മാതാവിന്റെ ഉത്തരവാദിത്വം പിതാവിനെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സദാചാരബോധം മുഴുവൻ അതിൽ വന്നു. എല്ലാ അർത്ഥവും വന്നു. പിതാവിന്റെ ഉത്തരവാദിത്വം എന്റെ ഗുരു ഉണ്ടാകാറുണ്ട്. ഇനി അച്ഛനോടൊന്നും ചോദിക്കണ്ട. ഗുരുവിന്റെ ഉത്തരവാദിത്വം അവനിലെ മനുഷ്യ മഹത്വത്തെ ഉയർത്തലാണ്. ഏത് പഠിപ്പിച്ചാലും വേണ്ടില്ല, നിയമം പഠിച്ചാലും വേണ്ടില്ല, വൈദ്യശാസ്ത്രം പഠിച്ചാലും വേണ്ടില്ല, ഏത് പഠിച്ചാലും അത് ഉയർത്താൻ ആയിരിക്കണം. എന്തൊക്കെ വിട്ടുവാക്കുകൾ സംഭവിക്കുന്നു.